നമസ്കാരം. നമ്മളുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ iPhone 13 Proന്റെ അൺബോക്സിംഗ് വീഡിയോ ആണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോണത്. നമുക്കിത് ഇന്നലെ കിട്ടിയതാണ്, പക്ഷെ ഇന്നലെ ഞാൻ വീട്ടിലില്ലാത്തതുകൊണ്ട് നമ്മൾ ഇന്നാണ് അൺബോക്സ് ചെയ്യാൻ പോണത്. അപ്പം ആദ്യമേ തന്നെ പറയട്ടെ, ഞാനൊരു ടെക്കി പേഴ്സണോ നമ്മുടെ ടെക്നിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ചാനലൊന്നുമല്ല നമ്മുടെ. അപ്പോൾ എന്താ പറയുക, ഒരു സാധാരണ ഒരാൾ ഐഫോൺ വാങ്ങിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് എക്സ്പെക്ട് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ iPhone 6, 7, 8, 9, 10, 11, 12 ഈ ഫോണുകളൊന്നും തന്നെ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് നമ്മളൊരു ഐഫോൺ വാങ്ങിക്കുന്നതും യൂസ് ചെയ്യാൻ പോകുന്നതും. അപ്പോൾ നമുക്ക് ഒരുമിച്ച് അൺബോക്സ് ചെയ്യാം. പിന്നെ എന്താണ് ഇപ്പോൾ ഐഫോൺ വാങ്ങിക്കാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാലോ, നല്ല ക്വാളിറ്റിയുള്ള ക്യാമറ, അതേപോലെ തന്നെ ബാറ്ററി ബാക്കപ്പ്, ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് നാട്ടുകാരെ കാണിക്കുക. ഇതല്ലാണ്ട് വേറൊരു ഉദ്ദേശം എനിക്കില്ല. അപ്പോൾ എന്തായാലും നേരെ വൈകേണ്ട, നമ്മുടെ അൺബോക്സിങ് വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. നമ്മൾ ഫോൺ ഇത് എടുത്തിരിക്കുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്നായിരുന്നു കേട്ടോ. നമ്മൾ ആമസോണിൽ നിന്നാണ് മുന്നേ നമ്മൾ പ്രീ ഓർഡർ ചെയ്യാൻ നോക്കിയത്, പക്ഷെ അതിൽ അവൈലബിൾ ആയിരുന്നില്ല ആ സമയത്ത്. അപ്പോൾ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്കിത് തുറന്നു നോക്കാം. ഇതിന് സിമ്പിൾ ആയിട്ടുള്ളൊരു എന്താ പറയുക, ഒരു പേപ്പർ ബോക്സ് പോലത്തെ, അതായത് കാർഡ്ബോർഡ് ബോക്സ് പോലത്തതിലാണ് വരുന്നത്. എവിടെയും ഇതിന്റെ പ്ലാസ്റ്റിക് റാപ്പറോ അങ്ങനെ ഒന്നും തന്നെ വരുന്നില്ല, ജസ്റ്റ് പേപ്പറിലാണ്. അതൊരു നോട്ട് ചെയ്ത കാര്യം. സാധാരണ നമ്മളിങ്ങനെ പ്ലാസ്റ്റിക് റാപ്പ് ചെയ്തിട്ടല്ലേ വരിക. അത് പ്രോപ്പർ ബ്ലാക്ക് അല്ല. ഞാൻ വിചാരിച്ചു നല്ല ബ്ലാക്ക് ആയിരിക്കുന്നു, പക്ഷെ ഇത് ബ്ലാക്ക് അല്ല, കുറച്ചൊരു ഗ്രേഷ് പോലത്തെ ഒരു നോക്കാം. വാവ്, ഒരു പ്രീമിയം ഒരു ഫീൽ ചെയ്യുന്നുണ്ട്, കണ്ടില്ലേ? നൈസ്. ഞാൻ ഒരുപാട് വെയിറ്റ് പ്രതീക്ഷിച്ചായിരുന്നു കേട്ടോ, പക്ഷെ ഓക്കെയാണ്. കാരണം എൻ്റെ കയ്യിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഫോൺ നിലത്ത് വീഴും, അതുകൊണ്ട് അത്ര അധികം വെയിറ്റ് ഇല്ല, ഓക്കെയാണ്. ഞാൻ എക്സ്പെക്ട് ചെയ്ത വെയിറ്റ് ആണ് ഉള്ളത്. ഓക്കെ, ഇതിൻ്റെ കൂടെ നമുക്ക് സ്വാഭാവികം ചാർജർ, അതിൻ്റെ കേബിൾ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്, കണ്ടില്ലേ? ഇനി ഇതിൻ്റെ അഡാപ്റ്റർ ഞാൻ എക്സ്ട്രാ വാങ്ങിക്കണം, അതൊരു കാര്യം. പിന്നെ ഇതിൻ്റെ കൂടെ എന്തോ ഒരു സ്റ്റിക്കറോ മറ്റോ ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഇതിൻ്റെ പിന്ന് കൊടുത്തിട്ടുണ്ട്, ഇജക്റ്റിംഗ് പിൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്താ അവരുടെ ലോഗോൻ്റെ സ്റ്റിക്കറൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. വേറെ ഒന്നും തന്നെ ഇല്ല, വളരെ എന്താ പറയുക, വേറെ ഒന്നും തന്നെ ഇല്ല, പ്ലെയിൻ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വന്നിരിക്കുന്നത് ഇതിൻ്റെ കൂടെ, കണ്ടില്ലേ? ഇതിന്റെ തിക്നെസ് ഒക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ അറിയാൻ പറ്റും. നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ നമ്മുടെ അൺബോക്സിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മുടെ ഫോണ് ഇതാണ് കേട്ടോ. ഈ ഒരു ഗ്രാഫൈറ്റ് കളറിലുള്ള ഫോണാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഈ ഒരു 13 സീരീസിലൊരു സിയാര ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളറും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു, ലൈറ്റ് ബ്ലൂ ആയിട്ടുള്ള ഒരു കളറ്. പക്ഷെ അതിനേക്കാൾ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു കളറായിരുന്നു, ഗ്രാഫൈറ്റ് കളറായിരുന്നു. അത് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ അങ്ങനെ അതാണ് വാങ്ങിച്ചത്. പിന്നെ നമ്മൾ എന്താ പറയുക, 256 GB സ്പേസ് ഉള്ള ഫോണാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചത്. കാരണം എൻ്റെ കയ്യിലുള്ളത് മാക്ബുക്ക് പ്രോ 512 GB ഇതാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്കറിയാം
കുറച്ചൊരു 10-15 വീഡിയോസ് തന്നെ നമ്മൾ ഇതിലേക്ക് ഇടുമ്പോഴേക്കും മെമ്മറി ഫുൾ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് എനിക്കറിയായിരുന്നു. അപ്പോൾ 256 GB എങ്കിലും മിനിമം ഇല്ലാന്നുണ്ടെങ്കിൽ കാര്യമില്ലായിരുന്നു. അതുകൊണ്ട് നമ്മൾ 256 GB ആണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് നമുക്ക് വന്നത് അതിന്റെ പ്രൈസ് വന്നത് 1,29,000 രൂപയാണ് ഇതിന്റെ പ്രൈസ് വന്നത്. പിന്നെ ഇതിന് മുന്നേ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഫോൺ എന്ന് പറയുന്നത് ഈ ഒരു OnePlus 7 Pro ആണ് കേട്ടോ. ഈ OnePlus 7 Pro നമ്മൾ 2 വർഷം മുന്നേ വാങ്ങിച്ചതാണ് കേട്ടോ. ഈ ഫോണിന് ഒരു കംപ്ലൈന്റും ഇല്ല. പക്ഷെ എന്താ പറയാ, 2 വർഷം മുന്നേ യൂസ് ചെയ്തതിൻ്റെയുള്ള കുറച്ച് അസ്ഥിതകൾ മാത്രമാണ്. പിന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഇതിന്റെ ബാക്ക് ഫുള്ള് പൊട്ടിയിട്ടുണ്ട്. ആകെ തവിട് പൊടിയാണ്. ഇതിന്റെ കേസ് തന്നെ ഇത് തന്നെയാണ് എൻ്റെ സ്ഥിരം പരിപാടി. എൻ്റെ കയ്യിൽ നിന്ന് എപ്പോഴും ഫോൺ നിലത്ത് വീണുകൊണ്ടിരിക്കും. കണ്ടില്ലേ നിങ്ങൾ, ഇതിന്റെ കേസ് നോക്കുകയാണെങ്കിൽ തന്നെ തവിട് പൊടിയായിട്ടുണ്ടാവും. ഇവിടെ പൊട്ടി മൊത്തം പൊട്ടലാണ്. അപ്പോൾ ഇത് നമ്മൾ നേരെയാക്കാൻ കൊണ്ടുപോയി ചോദിച്ചപ്പോൾ 10,000 രൂപ വേണ്ടി വരുന്നതാണ് പറഞ്ഞത്. അതുകൊണ്ട് അവിടെ മിണ്ടാണ്ട് വെച്ചൊക്കെയാണ് ചെയ്തേക്കുന്നത്. അപ്പം എനിക്ക് 13 Pro Max എന്തായാലും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അത്രയും വലുതാണ് അതിന്റെ സൈസ്. കാരണം ഞാൻ ഈ 13 സീരീസ് ഇറങ്ങുന്നേക്കാളും മുന്നേ കുറച്ച് ദിവസം മുന്നേ ഞാൻ ആപ്പിളിന്റെ സ്റ്റോറിൽ പോയിട്ട് 12 Pro Maxും 12 Proയും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ അതിന്റെ സൈസിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഈ സൈസിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും Pro Max സൈസിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അതെനിക്ക് ഒട്ടും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. എപ്പോഴും നിലത്ത് വീട് കഴിഞ്ഞതിന്റെ പടി പോവും. അതുകൊണ്ടാണ് ഞാൻ അതായത് 13 Pro തന്നെ വാങ്ങിക്കാൻ തീരുമാനിച്ചത്. പിന്നെ ഞാൻ കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ അതിന്റെ സൈസിൽ, അതായത് ഈ ഒരു ഡിസ്പ്ലേയുടെ സൈസിൽ അല്ലാണ്ട് പിന്നെ കുറച്ച് ബാറ്ററിയുടെയും വ്യത്യാസം അല്ലാണ്ട് വേറെ വലിയ ചേഞ്ചസ് ഒന്നും, അതായത് ഇതിന്റെ സ്പെക്സിൽ വലിയ ഫീച്ചേഴ്സിലൊന്നും അങ്ങനെ വലിയ ഡിഫറൻസ് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ 13 Pro വാങ്ങിച്ചത്. അപ്പോൾ മെയിനായിട്ടും ഇതിന്റെ ബാറ്ററി, ക്യാമറ, ഡിസ്പ്ലേ ഇതൊക്കെയാണ് നമ്മൾ കൂടുതൽ അട്രാക്ട് ചെയ്തത്. അപ്പോൾ എന്തായാലും ഞാൻ ഇപ്പോൾ പുതിയതല്ലേ, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് 2 ആഴ്ച കൂടി കഴിഞ്ഞിട്ട് നമ്മൾ ഇതിന്റെ കൂടുതൽ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് ഷെയർ ചെയ്യാം. 13 Pro Max വഴി നമ്മൾ കമ്പയർ ചെയ്തിട്ട് നമ്മൾ വീഡിയോ ഇടാം. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോ കൂടി കാണാം.